ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്കിൽ വരുന്നു. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്ത് കൊടുക്കുന്നു, തേർഡ് കൊടുക്കുന്നു. കാരണം ഇവിടെ ഒരു വളവാണ്. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിൽ കൈകൾ പിടിക്കുന്നത് ഒരു മെത്തേഡിൽ മാത്രമല്ല, പല മെത്തേഡിലാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഉദാഹരണം കാണിക്കാം. ഞാനിത് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഡ്രൈവിംഗ് ടെക്നിക്കാണ്, ഒരു ഡ്രൈവിംഗ് ട്രിക്കാണ്. അതായത് ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന്, അതുപോലെ തന്നെ കുറച്ച് നാളായിട്ട് വാഹനമൊക്കെ ഓടിക്കാൻ തുടങ്ങി, ലൈസൻസ് ഉണ്ട്, സ്വന്തമായിട്ട് വാഹനമുണ്ട്, പക്ഷെങ്കിൽ ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് ക്ലിയർ ആകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലാത്ത, ഞാൻ ഇതുവരെയും ഒരു വീഡിയോയിലും പറഞ്ഞു തന്നിട്ടില്ലാത്ത ഒരു ട്രിക്ക് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമ്മളുടെ സ്റ്റിയറിംഗ് കൺട്രോളും ആക്സിലറേറ്ററും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ആക്സിലറേറ്ററിന് അനുയോജ്യമായിട്ട് വേണം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട്. നമ്മൾ ആക്സിലേഷൻ കൂടുതലായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുയോജ്യമായിട്ട് വേഗത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ റോഡ് മനസ്സിലാക്കിയിട്ടാണ് ആക്സിലേഷൻ കൊടുക്കുന്നത്, അതിനനുയോജ്യമായിട്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. പല ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒരു റോഡ് മനസ്സിലാക്കി കൃത്യമായിട്ടും ആക്സിലേഷൻ കൊടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. ചിലപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ഹമ്പ് വരും, അല്ലെങ്കിൽ ഒരു ഗട്ടർ വരും, കുഴി വരുന്ന സമയത്ത് കൃത്യമായിട്ട് നേരത്തെ വാഹനത്തിന്റെ ബ്രേക്ക് പെഡലെ വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് അതിനനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു റോഡ് മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ട് ആക്സിലേഷൻ കൊടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റിയറിംഗ് ബാലൻസ് നേടിയെടുക്കാനായിട്ട് കഴിയും. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങളെ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കി ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. രണ്ട് സൈഡിൽ നോക്കിയിട്ട് ഞാൻ വാഹനം എടുക്കുകയാണ്. വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, മൂവ് ആക്കുന്നു, വീണ്ടും ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് കൊടുക്കുന്നു. വീണ്ടും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നൽകി 40 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോകുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ വേഗതയിലേക്ക് വാഹനം വന്നു. വീണ്ടും ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഓക്കെ, വീണ്ടും ഞാനിത് ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് ഗിയർ കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് റോഡിന്റെ ഇടത് ചേർന്ന് തന്നെ എനിക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വാഹനം പോകുന്നത്. വീണ്ടും എൻ്റെ കാലം മെല്ലെ ബ്രേക്കിൽ വരുന്നു. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്ത് കൊടുക്കുന്നു, തേർഡ് കൊടുക്കുന്നു. കാരണം ഇവിടെ ഒരു വളവാണ്. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം, അതായത് എനിക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത സമയത്ത് വാഹനത്തിന്റെ വേഗത, അതായത് ആക്സിലേഷൻ കൊടുക്കുന്നതിന് അനുയോജ്യമായിട്ട് എനിക്ക് കൃത്യമായിട്ടും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇങ്ങനെ ഓടിച്ചു പോയ സമയത്ത് എനിക്ക് റോഡ് മനസ്സിലായി. ഒരു ജംഗ്ഷനിൽ വന്ന് ഞാൻ ടേൺ എടുത്തു. മുന്നോട്ട് പോകുന്ന സമയത്ത് ചെറിയ ഗട്ടറുകൾ ഉണ്ടായിരുന്നു. വളവുകൾ വന്ന സമയത്ത് ഞാൻ ഗിയർ ഡൗൺ ചെയ്തു. കൃത്യമായിട്ട് ബ്രേക്കിൽ വരേണ്ട സാഹചര്യങ്ങളിൽ ബ്രേക്കിലേക്ക് വന്നു. അപ്പോൾ നിങ്ങളൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു റോഡ് മനസ്സിലാക്കിയിട്ട് ആക്സിലേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ ആക്സിലേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടുന്ന ഒരു സ്പീഡിലായിരിക്കണം നിങ്ങൾ ആക്സിലേഷൻ കൊടുക്കേണ്ടത്. എന്നാൽ വാഹനം ഓടിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും അത് പല ആൾക്കാർക്കും അറിയത്തില്ല. വാഹനം എടുത്ത് അങ്ങോട്ട് പോകുന്ന അവസരങ്ങളിൽ ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് ആക്സിലേഷൻ അങ്ങ് കൊടുക്കുന്ന സമയത്ത് വാഹനത്തിന് സ്പീഡ് കൂടുമ്പോൾ പെട്ടെന്ന് ഒരു വളവ് വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ലേറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ കൂടുതലും ലെഫ്റ്റ് സൈഡിലേക്കോ ഒക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ് ഉള്ളത്. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പരമാവധി വേഗത കുറച്ച് ഒരു വാഹനം നമ്മളിത് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ എടുക്കുക. നമുക്ക് ആക്സിലേഷന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടണം. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്പീഡ് നിങ്ങൾ കൊടുക്കുക. തുടക്കത്തിലൊക്കെ ഒരു മാക്സിമം ഒരു 30-35 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾ ഓടിക്കുക. ഒരുപാട് സ്പീഡിലേക്ക് പോകാതിരിക്കുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇപ്പോൾ വാഹനം പോകുന്ന ഏകദേശം ഒരു 20 കിലോമീറ്റർ വേഗതയിലാണ്. ഈ ഒരു സമയത്ത് ഈ വേഗതയിൽ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ
ഇങ്ങനെ പതുക്കെ ചെയ്താൽ മതി. ഒരുപാട് നമ്മൾ സ്പീഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ ഇപ്പോൾ പോകുന്നു. വീണ്ടും സ്ട്രെയിറ്റ് റോഡ് ആയപ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലേഷൻ പതുക്കെ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഒറ്റയടിക്ക് കൂടുതൽ കൊടുക്കുകയല്ല, പതുക്കെ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ മെല്ലെ ക്ലച്ച് ചവിട്ടിയിട്ട് ഇതേ തേർഡ് ഗിയർ ഇടുന്നു. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഏകദേശം ഒരു 25-30 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ജസ്റ്റ് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഇതേ ഫോർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഫോർത്ത് കൊടുക്കുന്നു. ഇതേ വീണ്ടും എൻ്റെ കാലം ആക്സിലേഷൻ പെഡലേ വന്നു, വീണ്ടും ബ്രേക്ക് പെഡലേ വന്ന് ഇപ്പോൾ ഒരു ഇറക്കത്തോട് കൂടിയ ഒരു റോഡിൽ അല്ലെങ്കിൽ ചെറിയൊരു സ്ലോപ്പോട് കൂടിയ റോഡിലാണ് വാഹനം പോകുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആക്സിലേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ് നമ്മുടെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ എപ്പോഴും വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിൽ കൈകൾ പിടിക്കുന്നത് ഒരു മെത്തേഡിൽ മാത്രമല്ല, പല മെത്തേഡിലാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഉദാഹരണം കാണിക്കാം. ഞാനിത് സെക്കൻഡ് കൊടുത്ത് വീണ്ടും ഞാൻ തേർഡ് കൊടുത്തു, വാഹനം പോകുന്നു. ചെറിയൊരു കയറ്റമാണ്. ഇപ്പോൾ എൻ്റെ രണ്ട് കൈകളും നോക്കുക, സ്റ്റിയറിങ്ങിൻ്റെ മേൽഭാഗത്താണ് ഇരിക്കുന്നത്. ഞാനിത് ഈ ഒരു വളവ് തിരിഞ്ഞു. ഒപ്പം നിങ്ങൾ നോക്കുക, വീണ്ടും ഞാനിത് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ടേൺ എടുത്ത് വരികയാണ്. വീണ്ടും ഞാനിത് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഒപ്പം ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വന്നു. സെക്കൻഡ് ഗിയറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നത് ഏകദേശം നിങ്ങൾ നോക്കുക, ഒരു 9-3 പൊസിഷനിൽ എടുത്തെടുത്ത് തിരിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു ടേൺ ആണ്. ഈ ഒരു സമയത്ത് ഞാനിത് ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കുന്നു. വീണ്ടും ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഇനി ഞാനതൊന്ന് പറഞ്ഞു തരാം. ഞാനിപ്പോൾ വാഹനം ഓടിച്ചു പോയ സമയത്ത് നിങ്ങൾ നോക്കുക, ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഈ സ്ട്രെയിറ്റ് റോഡിൽ എനിക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ ഒരു 10-10 പൊസിഷൻ അനുസരിച്ച് ഈ ഒരു രീതിയിൽ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി. അതായത് ഒരുപാട് തിരിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ ചെറിയ തിരിവുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ബാലൻസ് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് ക്രോസ് ഓവർ മെത്തേഡ് ആണെങ്കിൽ ഇതേ സ്പീഡിൽ സ്റ്റിയറിംഗ് തിരിക്കാം. കണ്ടില്ലേ, പെട്ടെന്ന് നേരെയാക്കാം. അപ്പം ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഓടിച്ചു പോകുന്ന അവസരങ്ങളിൽ ഒരു ആവറേജ് ഒരു വളവാണ്, റോഡിന് വീതി ഉണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു രീതിയിൽ തിരിച്ചാൽ പോലും നമുക്ക് ആവറേജ് ആ ഒരു വളവ് എടുക്കാൻ കഴിയില്ല, കാരണം വീതി കൂടിയ റോഡാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിത് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോ റോഡിലും വാഹനം ഓടിക്കാനായിട്ട്. ഇനി വീണ്ടും ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു. നിങ്ങൾ നോക്കുക, വണ്ടി എടുത്തു. എൻ്റെ രണ്ട് കൈകളും ഞാനിത് സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ പിടിച്ചേക്കാണ്. നിങ്ങൾ നോക്കിക്കേ, സ്റ്റിയറിങ്ങിൻ്റെ മേളിൽ പിടിച്ചു. ആവറേജ് സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ആവറേജ് സ്ട്രെയിറ്റ് റോഡിൽ വാഹനം ഇങ്ങനെ പോവുകയാണ്. എൻ്റെ രണ്ട് കൈ മേളിലുണ്ട്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു, നാലാമത്തെ ഗിയർ പോവുകയാണ്. വീണ്ടും ഞാൻ ഫിഫ്ത്ത് ഗിയർ കൊടുക്കുകയാണ്. ഒരു ഇറക്കത്തോട് കൂടിയ റോഡാണ്. അതിനുശേഷം വണ്ടി ഞാൻ ജസ്റ്റ് സ്ലോ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഓക്കെ, ഈ ഇത്രയും സമയത്ത് ഞാനിത് കൈകൾ പിടിച്ചേക്കുന്നത് ഈ ഒരു മെത്തേഡിലാണ്. കാരണം എനിക്ക് ഈ ഒരു സമയത്ത് വളരെ കംഫർട്ടാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ. ഇവിടെ നമുക്ക് ഇങ്ങനെ പിടിച്ച് തിരിക്കേണ്ടതായിട്ടില്ല, ഇങ്ങനെ തിരിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ തിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തൊരു വളവ് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കൈകൾ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, ഇനി വീണ്ടും ഞാനിവിടെ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് നേരിട്ട് ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം വണ്ടി സ്ലോ ചെയ്തു, മുന്നിലുള്ള ഒരു ഗട്ടറായിരുന്നു. ഈ ഒരു സമയത്ത് എൻ്റെ ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ സ്റ്റിയറിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക. അതിനുശേഷം വീണ്ടും ഞാൻ നല്ല ഗട്ടറായി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുത്തു, വീണ്ടും സെക്കൻഡ് കൊടുത്തു. ഇവിടെ എനിക്കിത് എടുത്തെടുത്ത് തിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ ആവറേജ് വീതിയുള്ള റോഡാണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പാടാണ്. അതിലും എളുപ്പം ഇങ്ങനെ എടുത്തെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നേരെയായി, റോഡ് നേരെയായപ്പോൾ തന്നെ എൻ്റെ കൈ വീണ്ടും ഈ ഒരു രീതിയിൽ തന്നെ വന്നു. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു രീതിയിലേക്ക് വീണ്ടും വന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഞാനിത് ഒരു ജംഗ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കുക, ഫോർത്ത് ഗിയറിലേക്ക് വരുന്നു. ഇവിടെ ഒരു ജംഗ്ഷനിൽ വന്ന് എനിക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ എടുക്കണം. ടേൺ എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ ഞാൻ നൽകിയിട്ട് വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുക്കുന്നു. സെക്കൻഡ് കൊടുത്തിട്ട് ക്രോസ് ഓവർ മെത്തേഡ് അനുസരിച്ചാണ് ഞാൻ സ്റ്റിയറിംഗ് തിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, അപ്പോൾ എനിക്ക് കറക്റ്റ് തിരിഞ്ഞ് വരും. അതിനുശേഷം വീണ്ടും നേരെയാക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ റോഡും മനസ്സിലാക്കി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വളരെയധികം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്. ഓരോ ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട്
വെച്ചിട്ടാണ് പല പല ഐഡിയകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും.